തങ്കച്ചൻ ചേട്ടൻ റയർ റീൽസിൻ്റെ വായിക്കകത്ത് കയറി ഇരുന്നിട്ടാ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. സന്ദീപ് എടപ്പാൾ റയർ റീൽസ് അദ്ദേഹം അറസ്റ്റ് ആവാനുള്ള കാരണം ബിഷപ്പ് കൊടുത്ത കേസാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പുള്ളിക്കെതിരെ നിന്നവർ യെസ് അവൻ അറസ്റ്റായിരിക്കുന്നു ആ ഒരു സാധനമാണ് കാണാൻ സാധിക്കുന്നത്. ഈ അറസ്റ്റായതല്ല പ്രശ്നം, എന്തിന് അറസ്റ്റായി എന്നുള്ളതാണ് പ്രശ്നം, എന്ത് വകുപ്പുകൾ ചുമത്തി എന്നുള്ളതാണ് പ്രശ്നം. അതിലേക്ക് നമുക്ക് വരാം. അന്നേരം നമുക്ക് ആദ്യം ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് റയർ റീൽസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ രേണുസുധിയുടെ ഫാദർ ഇങ്ങനെ അകത്ത് കയറി എന്തോ ഒരു ഫോട്ടോ എടുക്കുന്നു, എന്തോ ഒരു സാധനം സന്ദീപ് എടപ്പാളിനോട് സംസാരിക്കുന്നുണ്ട്. പുള്ളി ഒന്ന് ചെറുപുഞ്ചരിയോടെയാണ് അകത്തോട്ട് കയറുന്നത്. ഈ സന്ദീപ് എടപ്പാൾ ഇപ്പോൾ ഒരു 5 ഭാഗങ്ങളുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 5 ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങൾക്കകത്തെല്ലാം പുള്ളിയുടെ സാങ്കല്പിക കഥയിലുണ്ടായ ഒരു കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് സാങ്കല്പികമായ ഒരു കഥയെക്കുറിച്ചിട്ടാണ് സന്ദീപ് അതിനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സാങ്കല്പികമായ കഥയും സാങ്കല്പികമായ കഥാപാത്രങ്ങളും സാങ്കല്പികമായ പേരുകളും വെച്ചിട്ട് നമ്മളൊരു ഫിക്ഷൻ മൂവിയൊക്കെ എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളൊരു റിയൽ ലൈഫ് ബേസ്ഡ് ഓൺ മൂവീസ് എടുക്കുന്ന പോലെ ഈ കഥയും കഥയിലെ കഥാപാത്രങ്ങളും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സന്ദീപ് ആ വീഡിയോ പരമാവധി അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ സാധനം ഭയങ്കര കോൺട്രവേഴ്സി ആകുകയും ഈ ഒരു വിഷയത്തിന് ബിഷപ്പിനോട് അനുകൂലിച്ച് അല്ലെങ്കിൽ ബിഷപ്പുമായിട്ട് സാമ്യമുള്ള സാധനങ്ങളാണ് ഈ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു സാധനം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് വരാം. ആദ്യം ഈ സന്ദീപ് എടപ്പാളിനെ അറസ്റ്റ് ചെയ്തപ്പോഴത്തേനും വളരെ സന്തോഷമായിട്ട് കാണുന്നത് അനീഷ് വ്ലോഗിൻ്റെ ചാനലിലൊരു വീഡിയോ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സന്ദീപ് എടപ്പാളിൻ്റെ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ട് സഭ്യമാറുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ്റെ പല വീഡിയോസും നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഓക്കെ, ആദ്യം നമുക്ക് അനീഷ് വ്ലോഗിലെ അനീഷിന് പറയാനുള്ളത് കേൾക്കാം. അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പറയാനാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് 1, 2, 3, 4, 5, 6 എപ്പിസോഡുകളായിട്ട് ബിഷപ്പിനെ കുറിച്ച് ഒരു സാങ്കല്പിക കഥ എന്ന രീതിയിൽ പ്രചരിപ്പിച്ചവരാണ്. ബിഷപ്പിനെ കുറിച്ച് ഒരു സാങ്കല്പിക കഥ, ബിഷപ്പാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന സാങ്കല്പിക കഥ നല്ല അനീഷ് അവതരിപ്പിച്ചത്. ബിഷപ്പിനെ കുറിച്ച് ഒരു സാങ്കല്പിക കഥ എന്നാണ് പറഞ്ഞത്. ഈ കഥയിലെങ്ങും ബിഷപ്പിൻ്റെ പേരോ ബിഷപ്പിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന സാധനങ്ങളൊന്നും വീഡിയോയ്ക്ക് അകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ പുറത്ത് തംബ്നെയിലിനകത്ത് ബിഷപ്പിൻ്റെ ഒരു മുഖം കൊടുത്തിട്ട് അതിൽ ബ്ലർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതാണ് സന്ദീപ് എടപ്പാൾ ചെയ്ത വീഡിയോ. ഈ വീഡിയോയ്ക്കകത്ത് സന്ദീപ് എടപ്പാൾ ചെയ്ത 5 വീഡിയോസ് എടുത്ത് 5 പാർട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു അദ്ദേഹത്തിൻ്റെ കഥയിലുള്ള, അദ്ദേഹത്തിൻ്റെ തന്നെ തലയിൽ വിരിഞ്ഞ ഒരു കഥയിലുള്ള ഒരു കഥാപാത്രം. അദ്ദേഹം ഒരു പള്ളിയിൽ അച്ഛനാണ്. ഈ അച്ഛൻ ഒരുപാട് സ്വത്തുകൾ അപഹരിക്കുന്നു. ഈ അച്ഛൻ ഒരുപാട് മോശം പ്രവർത്തികൾ ചെയ്യുന്നു. ഒരുപാട് സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് സന്ദീപ് എടപ്പാൾ അദ്ദേഹത്തിൻ്റെ കഥയിൽ അവതരിപ്പിച്ച് വെച്ചത്. അദ്ദേഹം അവിടുന്ന് ഒരു കഥ പറയും. ഇപ്പുറത്ത് അനീഷ് വന്നിട്ട് അത് ബിഷപ്പിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്, ബിഷപ്പാണ് അങ്ങനെ ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് ഈ സാധനത്തിനെ അടിച്ച് ബിഷപ്പിൻ്റെ നേരെ വിട്ടുകൊണ്ടിരുന്നതാണ് ഈ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ. അപ്പോൾ പുള്ളി പറഞ്ഞ സാങ്കല്പിക കഥ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് പല ആൾക്കാരുടെയും പ്രതികരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അനീഷിന് പറയാനുള്ള ബാക്കിയൊക്കെ. അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മലപ്പുറത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, രേണുസുധിയുടെ രോഗവുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ കേസ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്ന നമ്പർ 944/2026 അതാണ്. ഓക്കെ, 944/2026 ഇതാണ് സന്ദീപിനെതിരെ വന്നിരിക്കുന്ന ഇതെന്ന് പറയുന്നത്. ഏതാ എഫ്ഐആർ ഇട്ടിരിക്കുന്ന നമ്പറാണ് പറഞ്ഞത്. അപ്പോൾ രേണുവിൻ്റെ അസുഖത്തിനെ കുറിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞത്. നമുക്ക് ഏതായാലും ഇതിൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കാം. സന്ദീപിനെതിരെ ഇട്ട എഫ്ഐആർ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. പ്രതിക്ക് ആവലാതിക്കാരനെ വ്യക്തിഹത്യ ചെയ്തതിനും മാനഹാനി വരുത്തണമെന്നും ഉള്ള ഉദ്ദേശത്തോടു കൂടി റയർ റീൽസ് എന്ന യൂട്യൂബ് ചാനലിൽ 13/7/2026 തീയതി മുതൽ ആവലാതിക്കാരനെയും കുടുംബത്തെയും സമൂഹത്തിന് മുന്നിൽ അപഹാസ്യപ്പെടുത്തും വിധത്തിൽ മോശമായി ചിത്രീകരിച്ചു. ആവലാതിക്കാരൻ്റെ തിരുവസ്ത്രമണിഞ്ഞ ഫോട്ടോ സമൂഹ മാധ്യമങ്ങൾ കൂടി പ്രചരിപ്പിച്ചു. ആവലാതിക്കാരൻ സഹോദരങ്ങൾക്ക് നൽകാതെ കുടുംബ സ്വത്ത് തട്ടിയെടുക്കാനും ആവലാതിക്കാരന് കേരളത്തിലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും അവിഹിത ബന്ധത്തിൽ ഭാര്യമാരും മക്കളും ഉണ്ടെന്നും ആണ്
ആക്ഷേപം ഉള്ള വീഡിയോ തുടർച്ചയായി അപ്ലോഡ് ചെയ്ത് ആവലാതിക്കാരൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ അപകീർത്തിപ്പെടുത്തി എന്നുള്ളതാണ്. ഇതാണ് കേസ്. അതായത് റെയറിൽസ് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു സാങ്കല്പിക കഥയെ ബിഷപ്പ് ഉൾപ്പെടെ അത് യാഥാർത്ഥ്യമാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന പോലെയാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതിൻ്റെ ഒന്നും പുറകെ തപ്പിപ്പോയിട്ടില്ല. എനിക്ക് ബിഷപ്പിനെ നേരിട്ട് പരിചയമില്ല. ഒരു തവണ സംസാരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. എനിക്ക് സന്ദീപ് ഇടപ്പാളിനെ എനിക്ക് പരിചയം, എനിക്ക് ആരെയും പരിചയമില്ല. സന്ദീപ് ഈ വീഡിയോയിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു സാങ്കല്പിക കഥയാണ്, ഞാൻ ഉണ്ടാക്കുന്നൊരു സാങ്കല്പിക എൻ്റെ ഒരു കഥ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ഈ വീഡിയോ അവതരിപ്പിച്ച് വെച്ചിരുന്നത്. എന്നാൽ ഇതിനെ ഇത് മറ്റൊരാളെ ചൂണ്ടുന്നതാണെന്ന് പല ആളുകൾക്കും ബോധ്യപ്പെടുകയും തംബ്നെയിലിൽ ബിഷപ്പിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുന്നത് അല്ലെങ്കിൽ ബിഷപ്പാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന സാധനം ചെയ്യുകയും ചെയ്തു. പക്ഷേ അനീഷ് വന്ന് അവതരിപ്പിച്ച സാധനം ബിഷപ്പിനെ കുറിച്ച് എന്നാണ്. ബിഷപ്പിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെയൊന്നുമല്ല. അപ്പോൾ അവർ തന്നെ എഗ്രിയാണ്, ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എഗ്രിയാണ്, അത് ബിഷപ്പാണ് എന്നുള്ള രീതിയിലാണ് എഗ്രി ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി സന്ദീപ് ഇടപ്പാളിൻ്റെ FIR റിപ്പോർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് 0944. ഇപ്പോൾ മറ്റേ ലപ്പുള്ളി പറഞ്ഞ സാധനം. അതിനകത്ത് BNS ഭാരതീയ ന്യായ സംഹിത 192 കേരള പോലീസ് ആക്ട് 2011 120 സന്ദീപ് ഇടപ്പാളിനെതിരെ ഇട്ടിരിക്കുന്ന വകുപ്പുകൾ. ഇത് നോക്കുകയാണെങ്കിൽ ഈ വകുപ്പുകൾ നോക്കുകയാണെങ്കിൽ BNS വകുപ്പ് 192 പറയുന്നത് കലാപം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ നിയമവിരുദ്ധമായ പ്രകോപനം നൽകൽ. കലാപമോ? സന്ദീപ് ഇടപ്പാൾ കലാപം ഉണ്ടാക്കി. എന്നിട്ട് ഒരു വ്യക്തി മനഃപൂർവ്വം നിയമവിരുദ്ധമായ പ്രവൃത്തിയിലൂടെ മറ്റൊരാളെ കലാപത്തിലേക്ക് പ്രേരിപ്പിക്കുകയോ അങ്ങനെ കലാപം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് പ്രകോപനം നൽകുകയോ ചെയ്യുന്നതാണ് ഈ വകുപ്പ്. ഇതിനകത്ത് ഇവിടെ കലാപം, എനിക്ക് അത് മനസ്സിലായില്ല. കലാപം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം, അതല്ലേ? ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്, അതല്ലേ കലാപം? എന്ത് കലാപം എങ്ങനെയാണ്? മനസ്സിലായില്ല. സന്ദീപ് ഈ കലാവാഹനം എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഇതിന് വരുന്ന പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് തുടർന്ന് കലാപം നടത്തിയാൽ 1 വർഷം തടവുണ്ടാകും. കലാപം നടത്തിയില്ലെങ്കിലും 6 മാസം വരെ തടവ് കിട്ടാൻ പറ്റുന്ന ഒരു ശിക്ഷയാണ് അദ്ദേഹം ചെയ്തത്. ഇനി മറ്റൊരു വകുപ്പ് നമ്മൾ കണ്ടത് കേരള പോലീസ് ആക്ട് 2011 വകുപ്പ് 120(O). ഇതാണ് വകുപ്പ്. നമുക്കതൊന്ന് കാണാം. ഫോൺ, മെസ്സേജ്, ഇമെയിൽ, കത്ത് അല്ലെങ്കിൽ മറ്റ് ആശയവിനിമയ മാർഗങ്ങളിലൂടെ മറ്റൊരാളെ ആവർത്തിച്ച് ശല്യപ്പെടുത്തൽ. അതൊരു വിഷയം ഉണ്ടാവും. പക്ഷെ അത് ബിഷപ്പാണെന്നോ ബിഷപ്പിലേക്കാണെന്നോ ഒന്നും പുള്ളി പറഞ്ഞിട്ടില്ല. വേറെ കുറച്ച് ആളുകൾ വന്നിട്ട് എന്നെ തന്നെ ഉദ്ദേശിച്ച് എന്നെ മാത്രം ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞ് ബിഷപ്പിനെ പിടിച്ച് വലിച്ചതിനെ തൊട്ടിടുകയാണ്. എനിക്കറിയത്തില്ല, ബാക്കി വേണം. ഒരാളെ തുടർച്ചയായി അല്ലെങ്കിൽ അനാവശ്യമായി അജ്ഞാതം ആയിരിക്കും ഫോൺ വിളിക്കുക, മെസ്സേജ് അയയ്ക്കുക, ഇമെയിൽ അയയ്ക്കുക, കത്തെഴുതുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശയവിനിമയമായ മാർഗം ഉപയോഗിച്ച് ശല്യം ചെയ്യുക. ഇതാണ് വകുപ്പ്. അപ്പോൾ ഈ അവസാനത്തെ സാമാനം വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്തി നിരന്തരം അദ്ദേഹത്തിൻ്റെ പേരിനെ കളങ്കപ്പെടുത്തുന്ന സാധനം വന്നു. ഇതാണ് സംഭവം. ഇതിന് ശിക്ഷ 1 വർഷം വരെ തടവാണ് ഇതിനുള്ള ശിക്ഷ വരുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമ്മൾ മറ്റൊരു സാധനം നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കോടതിയുടെ നിലപാടൊക്കെ ഓക്കെ നമുക്കൊന്ന് വായിച്ചോളാം. ശല്യപ്പെടുത്തൽ, ന്യൂസൻസ് നടത്തിയതായി വ്യക്തമായ തെളിവുകൾ ഉണ്ടാകണം. വെറുതെ ഒരു മെസ്സേജ് അയച്ചതോ ആരോപണം ഉന്നയിച്ചതോ മാത്രം മതിയാകില്ല. ആവർത്തിച്ചോ അനാവശ്യമായോ ആശയവിനിമയം വഴി യഥാർത്ഥ ശല്യം ഉണ്ടാക്കിയതായി തെളിയണം എന്നാണ് പറയുന്നത്. ഇതിനകത്ത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കുറേ നാളുകൾ കൊണ്ട് ഒരു കഥയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കഥയിൽ ഒരു പുരോഹിതനുണ്ട്. ആ പുരോഹിതനെ പല കേസുകൾ കൊടുത്ത് തൻ്റെ അമ്മിണിയമ്മയോ അങ്ങനെ ഒരാളെ പറ്റിച്ച സ്ഥലങ്ങൾ മേടിച്ചു. അതേപോലെ തന്നെ പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. ഇങ്ങനത്തെ ഒരു കഥയാണ് പുള്ളി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിനകത്ത് ഈ നായിക കഥാപാത്രത്തിൻ്റെ പേര് പല എപ്പിസോഡുകളിലും അല്ലെങ്കിൽ പല പാർട്ടുകളിലും മാറി മാറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇവിടുന്ന് അവതരിപ്പിക്കും, അപ്പുറത്തുനിന്ന് അനീഷ് വ്ലോഗ് വന്നിട്ട് ഇത് ബിഷപ്പിനെ കുറിച്ച് തന്നെ, ബിഷപ്പ് കൈക്കൂലി കൊടുത്തു എന്ന് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഓക്കെ, നമുക്കിനി അനീഷ് വ്ലോഗിൻ്റെ വീഡിയോയുടെ ബാക്കി ഭാഗം കാണാം. എന്നിട്ട് ബിഷപ്പ് സംസാരിക്കുന്നുണ്ട്, അതാണ് കേൾക്കേണ്ടത്. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും.
അതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ കുറെ മീഡിയക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ബിഷപ്പ് പറയുന്ന കാര്യങ്ങൾ ഒരു പ്രതിയാണല്ലോ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അതായത് കുറേ യൂട്യൂബേഴ്സ് വളരെ മോശമായ രീതിയിൽ എന്നെയും എൻ്റെ വ്യക്തിജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഔദ്യോഗിക മിഷണറി ജീവിതത്തെയും മോശമാക്കുന്ന പല യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടു. അതിൽ വേറെ കുറച്ച് ആൾക്കാരുടെ പേരിൽ കൂടെ പരാതി നൽകിയിട്ടുണ്ട്. വേറെ പരാതികളുണ്ടല്ലേ? ഞാൻ ബിഷപ്പിൻ്റെ വ്യക്തി ജീവിതത്തെയോ കുടുംബത്തെയോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ബിഷപ്പ് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ബിഷപ്പ് എന്നെ ഒന്ന് റിപ്ലൈ തരണം. ഒരു ബേസിക്കായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഈ എന്തെങ്കിലും ഒരു സംഭവം ബിഷപ്പിനെ ചുറ്റിപ്പറ്റിയോ അല്ലാതെയോ രേണുവിനെ ചുറ്റിപ്പറ്റിയോ കിച്ചുവിനെ ചുറ്റിപ്പറ്റിയോ നടക്കുമ്പോൾ ബിഷപ്പ് എന്തിനാണ് ഈ ഓടിപ്പോയി ഓൺലൈൻ മീഡിയയ്ക്ക് ബൈറ്റ് കൊടുക്കുന്നത്? ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം ഞാൻ ബൈറ്റ് കൊടുക്കണോ വേണ്ടെന്നുള്ളത് എൻ്റെ ഇഷ്ടമാടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം പ്രചരിക്കുമ്പോൾ അതിനുള്ള ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ വരത്തില്ലയോ? ബിഷപ്പ് എപ്പോഴും ഫുൾ ടൈം ലൈം ലൈനിലാണ്. പണ്ട് ചില ആളുകൾ ഒന്ന് ഫെയിമിലേക്ക് വരാൻ വേണ്ടി ഇൻ്റർവ്യൂ കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഫെയിമിലേക്ക് വന്നപ്പോൾ ഞാൻ ഗഡില ആ ഒരു സാധനത്തിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നവരുണ്ട്. എന്ത് പ്രശ്നം വന്നാലും ബിഷപ്പ് ഓടി വന്ന് ഇതിനൊക്കെ ഉത്തരം പറയാൻ നിൽക്കുന്നത്. ഒരു ബിഷപ്പ് എന്ന നിലയിൽ, ഒരു സാധാരണക്കാരനാണെങ്കിൽ പോട്ടെ നോക്കുക, ബിഷപ്പ് എന്ന നിലയിൽ അതിനാവശ്യമുണ്ടോ എന്ന് ബിഷപ്പ് തന്നെ നോക്കുക. ഇപ്പോൾ ഇത് അറസ്റ്റ് ചെയ്തു, ബിഷപ്പിൻ്റെ ഇതിനുള്ള കേസാണ്, ഒരു പുരോഹിതനെ അവഹേളിച്ചു, പല കാര്യങ്ങളും പറയാം. അതിനുശേഷം വന്നിട്ട് പിന്നൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് അതെടുത്ത് അനീഷിന് കൊടുത്തിട്ട് അതെടുത്ത് സജീനയ്ക്ക് കൊടുത്തിട്ട് അതെടുത്ത് ശ്രീധുവിന് കൊടുത്തിട്ട് എന്ത് കാര്യത്തിന്? അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവര് പോലീസ് സൈബർ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ അന്വേഷണത്തിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. തുടർന്ന് തീർച്ചയായിട്ടും വേണ്ട മേൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇവിടുത്തെ പോലീസ് മേലധികാരികൾ എന്നോട് അറിയിച്ചിട്ടുണ്ട്. അവർക്കെതിരെ അധികം വൈകാതെ തന്നെ നടപടികൾ ഉണ്ടാകും. അവർ നിരീക്ഷണത്തിലാണ് എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്കിപ്പോൾ അവരെന്നോട് അറിയിക്കുവാനിടയായത്. ഇത് പറയാനാണ് വന്നത്. ഒരു 1.5 മിനിറ്റുള്ള വീഡിയോയിൽ അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അനീഷ് വ്ലോഗ് വന്നത്. ഇപ്പം ഇതിനകത്ത് ഈ റെയർ റീൽസ് അല്ലെങ്കിൽ സന്ധ്യ വിടപ്പാൾ പല വീഡിയോസും അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഒക്കെ വളരെ മാന്യമായ രീതിയിൽ സഭ്യതയുള്ള ഭാഷയിലാണ് അദ്ദേഹം അവതരിപ്പിച്ച് വെച്ചിരുന്നത്. ഇങ്ങനെ ഇവിടെ ഒരു കഥാപാത്രമുണ്ട് എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മര്യാദയ്ക്കാണ് പുള്ളിക്കാരൻ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്കാരൻ മര്യാദയ്ക്ക് അവിടെ നിന്നൊരു സാധനം പറഞ്ഞു പോന്നു. അതിനകത്ത് ഒരു കാര്യമില്ലാതെ ഇത് എന്നെ തന്നെ അല്ലെങ്കിൽ ഇത് ബിഷപ്പിനെ കുറിച്ച് തന്നെ എന്ന് പറഞ്ഞിട്ട് മുന്നിട്ട് വന്നത് നിങ്ങളല്ലേ? അപ്പോൾ ബേസിക്കലി ഇവർക്കെതിരെയും കൂടെ പരാതി നീങ്ങണ്ടേ? എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഇതൊക്കെയാണ് FIR-നകത്ത് വാദിച്ചിട്ടുള്ള കാര്യങ്ങൾ. FIR-നകത്ത് എനിക്ക് തോന്നുന്നത് എന്ന് അറസ്റ്റ് ചെയ്തേ 18/7/2026 FIR വീണിരിക്കുന്നത്. ഡേറ്റ് ആൻഡ് ടൈം ഓഫ് FIR 18/7/2026, 18, 17, 14, 12, 13, 14, 15, 16, 17, 5:15 ഈ FIR വീണിരിക്കുന്നത്. സന്ദീപിനോട് ഞാൻ അറിഞ്ഞത് പ്രകാരം നെക്സ്റ്റ് ഡേ അവിടെ തൃക്കൊടിത്താനം സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഹാജരാകാത്ത സാഹചര്യത്തിൽ ഹാജരായിട്ടില്ല. അതിന് മുമ്പ് അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നു. ഒരു പുരോഹിതനെ പറഞ്ഞ് അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞ് മതസ്പർദ്ധയും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത അതിനകത്ത് കാണുന്നുണ്ട്. ഏതായാലും നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരാളെ അവഹേളിച്ചു എന്നുള്ളതാണ് കേസ്. അതിൽ കൂടുതൽ മാന്യമായിട്ട് എങ്ങനെ ഇത് പറയണമെന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരൻ പറഞ്ഞത് അതിനകത്ത് എങ്ങനെ പുള്ളിനെ പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു സാങ്കല്പിക കഥാപാത്രം എന്നൊക്കെ പറഞ്ഞിട്ടു. ശരി, ഒരു ഒറ്റ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബിഷപ്പിൻ്റെ ഒരു മുഖം തംബ്നെയിലിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബിഷപ്പാണെന്ന് വിരൽ ചൂണ്ടുന്ന സാധനത്തിലേക്ക് പോയി. അത് ശരിയല്ല എന്നുള്ള സാധനമാണെങ്കിൽ ബിഷപ്പ് അതും കൂടെ അഡ്രസ്സ് ചെയ്യേണ്ട. അത് അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നൈസായിരിക്കും. ഏതായാലും കൊള്ളാം. എതിരെ സംസാരിപ്പിക്കുന്നവരെ എല്ലാം കേസ് കൊടുത്ത് വാടപ്പിച്ച് അനുകൂലമായിട്ട് സംസാരിക്കുന്നവർക്കെല്ലാം കൂടുതൽ സാധനങ്ങൾ ക്ലിപ്പുകൾ കൊടുത്തിട്ട് കയ്യടി മേടിക്കുന്ന ഒരു മാസ് പുഷ്പ സ്റ്റൈലാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കെതിരെ ഒരു അലിഗേഷൻ വരുമ്പോൾ അതിനെതിരെ തിരിച്ച് സംസാരിച്ച് നമ്മുടെ സൈഡിലെ ന്യായം തെളിയിക്കുന്നതിന് പകരം നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പറയാട്ടോ, ഈ വിഷയമായിട്ടല്ല പറഞ്ഞേ, നിയമത്തിൻ്റെയോ മറ്റെന്തെങ്കിലും അധികാരമോ പവറോ ഉപയോഗിച്ച് അവരെ വാടപ്പിക്കല്ല വേണ്ടത്. നമ്മൾ ചെയ്തിട്ടില്ല എന്നൊരു സാധനമാണ് പറയുന്നതെങ്കിൽ അത് ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യുകയും അവൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുകയാണ് വേണ്ടത്. കേസ് കൊടുക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ കേസ് കൊടുത്ത് ഇതിങ്ങനെ അറസ്റ്റ് ആയപ്പോഴത്തേനും അയാൾ പറഞ്ഞിട്ടുള്ള അലിഗേഷന് പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അത് ഇപ്പം അയാൾ നിങ്ങളതൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളായിട്ട് ചെന്ന് വാണ്ടഡായിട്ട് തലവെച്ച് കൊടുത്തതാണ്.
അപ്പം ഇനി കാണുന്നവരെല്ലാം ചിന്തിക്കത്തില്ലേ പറഞ്ഞതായിട്ടുള്ള എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാ പിടിച്ചതെന്ന് പറയത്തില്ലയോ. എന്തായാലും റെയർ റീൽസിനെ അറസ്റ്റ് ചെയ്ത വിഷയം ശരിയോ തെറ്റോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമൻറ്റുകളായി അപ്പുറത്ത് മറ്റായിട്ടാണ്.